അടി കൊള്ളുന്നവർ പേടിച്ച് മുളകെല്ലാം കെട്ടി ചവച്ച് സഹിക്കാൻ വേദ അങ്ങനെ കടിച്ചു പിടി ചെയ്യാം. അപ്പൊ അവിടെ ഹെഡ് കോൺസ്റ്റബിൾ പതുക്കെ ചെന്ന് ഇങ്ങനെ നോക്കണം എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഈ മുളകെല്ലാം കൂടെ ആ ഹെഡ് കോൺസ്റ്റബിൾ മുഖത്ത് തുപ്പിക്കൊടുത്തു. ഹെഡ് കോൺസ്റ്റബിൾ ഒരു ഭൂമിയിലും അല്ല ആകാശത്തും അല്ലാതെ ഇപ്പൊ ഈ എരിയെല്ലാം കൂടെ കണ്ണിലും എല്ലാം കൂടെ പെട്ടു ഓടിച്ചെന്ന് പൈപ്പിന്റെ ഓടിച്ചെന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തീർന്നില്ല. പിന്നെ എല്ലാവരും കൂടി എണ്ണയും അതുമൊക്കെ ഇട്ട് അല്ലാതെ ഹെഡ് കോൺസ്റ്റബിൾ രക്ഷപ്പെട്ടു. ഇവന് കുഴപ്പമൊന്നുമില്ല, വെച്ചിട്ട് കട്ടിരിക്കലൊക്കെയാണ്. ഇതും കൂടെ കഴിഞ്ഞപ്പോ എസ് ഐ പെട്ട് ഞാൻ പിടിച്ചോണ്ട് വന്ന ആൾ അതെല്ലാം തോന്നുന്നത് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സാറ് പറഞ്ഞ ആളെ പിടിച്ചോണ്ട് വന്നു, ഞങ്ങൾ 2 ദിവസം കൊണ്ട് നോക്കിയിട്ട് ഒരു രക്ഷയില്ല, സാറൊന്ന് വരുമോ? ശരി, ഞാൻ വൈകുന്നേരം വരാം. നിങ്ങൾ അവനെ അവിടെ നിർത്തിയിരുന്ന, ഞാൻ വരുമ്പോ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ അവിടെ ആ സൈഡിൽ നിർത്തിയിരുന്നാൽ മതി. വൈകുന്നേരം ശരി. എനിക്ക് 2 പോലീസുകാരുണ്ട്, ക്രൈം സ്ക്വാഡിലുണ്ടായിരുന്നു, എനിക്കൊരു സ്ക്വാഡുണ്ടായിരുന്നു. ആ 2 പോലീസുകാരെ കയറ്റി നേരെ കൊടുങ്ങല്ലൂരിലേക്ക് എത്തിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇങ്ങനെ ജീപ്പ് പാർത്തിക്കൊണ്ടത് ചവിട്ടി നിർത്തുന്ന സൗണ്ട് കേട്ട് എല്ലാവരും തെറ്റി നോക്കി. ആന്റണി നോക്കിയപ്പോഴേക്കും ഒരു ജീപ്പ് വന്നിറങ്ങുന്നു. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ ഈ ജീപ്പിന്റെ പുറകശത്തുനിന്ന് ആ പോലീസുകാർ വടം, പിന്നെ ഈ ഉലക്ക, ഈ മർദ്ദനോപകരണങ്ങൾ എല്ലാം കൈവശം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ അവന്റെ മുമ്പ് കൂടെ ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് അവിടെ കൊണ്ട് വെക്കുക. പിന്നെ ചുവരില് ഇതിന്റെ വിരലിന്റെ ഇടയിലിട്ട് ഇങ്ങനെ പിടിക്കുന്ന സാധനം, പിന്നെ കയറ്, കപ്പി, ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് ഇവന്റെ അടുത്ത് ഉള്ളങ്ങ വെച്ച് പുറത്തോട്ട് മാറ്റി വെച്ച് ഇവനിങ്ങനെ നോക്കി നിൽക്കുക. അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇറങ്ങി ചെന്ന് സ്റ്റേഷനിൽ ആ ബസ്സിലൊക്കെ ഇരിക്കുകയും ചെയ്തു.